ഉച്ചക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കൈപ്പക്ക കറിയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. കുക്കറിലേക്ക് ഒരു പിടി പരിപ്പെടുത്ത് കഴുകിട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കൈപ്പക്കയുടെ പകുതി കഷ്ണങ്ങളാക്കിയിട്ടത് ഒരു തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ഇതിലേക്ക് ഇട്ടെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കുക. മിക്സിന്റെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു ഇഞ്ചിയുടെ കഷ്ണം, 2 വെളുത്തുള്ളിയും 2 ചെറിയുള്ളിയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഉലുവ ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. 3 ചെറിയുള്ളി കട്ട് ചെയ്തതും ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 2 ഉണക്കമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കരിയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പും കൈപ്പക്കി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് കൂടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കയ്പ്പൊന്നും ഇല്ലാത്ത കൈപ്പക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കൈപ്പക്കൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂടെ തന്നെ ഇതുപോലുള്ള ഈസി റെസിപ്പികൾക്കായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.